എല്ലാവർക്കും JK ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനത്തിൻ്റെ ഒരു നിമിഷമാണ്. കാരണം നമ്മൾ ലോക ചാമ്പ്യന്മാരായി ഇന്ന് നിൽക്കുകയാണ്. 2023 ഏകദിന ക്രിക്കറ്റിൻ്റെ ഫൈനലിൽ തോൽവിക്ക് ശേഷം ഒരു ഫൈനലിലേക്ക് കൂടെ നമ്മൾ നീങ്ങുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ മനസ്സിൽ കിരീടത്തിൽ കുറഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അവരുടെ പേരുകൾ ചേർക്കാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു അവർക്ക്. കാലവും കാലാവസ്ഥയും ഭാഗ്യവും അവസാനം അനുകൂലമായപ്പോൾ ഇന്ത്യ ലോക ചാമ്പ്യന്മാരായിരിക്കുന്നു. സൗത്ത് ആഫ്രിക്ക ആവട്ടെ ഇന്ത്യയെ വിറപ്പിച്ചുകൊണ്ട് കീഴടങ്ങേണ്ട സാഹചര്യവും സംജാതമായി. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ചില തുടർച്ചയായിട്ടുള്ള നിർഭാഗ്യങ്ങൾ അവരെ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യം വന്നു. ഇതുവരെയുള്ള ചരിത്രത്തിൽ ആദ്യ രണ്ടിൽ എത്താൻ കഴിഞ്ഞത് തന്നെ അവർക്കൊരു വലിയ കാര്യമാണ്, വലിയ നേട്ടമാണ്. രണ്ടാം സ്ഥാനവും ഒരു ചെറിയ സ്ഥാനമല്ല. ആദ്യ ഫൈനൽ അതിൽ തോൽവി അത് അവരെ സംബന്ധിച്ചിടത്തോളം വിഷമിക്കേണ്ടയോ ദുഃഖിക്കേണ്ടയോ യാതൊരു സാഹചര്യവുമില്ല. ആദ്യ ഫൈനൽ തോൽവി ഇതിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വിഷമിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. കാരണം ലോകകപ്പ് കിരീടം ഏറെക്കാലമൊന്നും സൗത്ത് ആഫ്രിക്കയ്ക്ക് മുമ്പിൽ ഒളിച്ചിരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം സൗത്ത് ആഫ്രിക്ക ഓരോ ദിവസവും മെച്ചപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. 13 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് രണ്ടാം തവണയും 2020 ചാമ്പ്യന്മാരായി ഇന്ത്യ 13 വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് ഇന്ത്യ രണ്ടാം തവണയും 2020 ചാമ്പ്യന്മാർ. ചരിത്രത്തിൻ്റെ താളുകളിൽ തങ്കലിപിയാൽ എഴുതപ്പെട്ട 140 കോടി ഭാരതീയരുടെ വിജയം കൂടിയാണ് ഇത്. മുമ്പിൽ നിന്ന് നയിച്ച് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും, ബൗളിങ്ങിൽ വീണ്ടെടുത്തു നിന്ന് തിരിച്ചു വന്ന് ബൗളിംഗ് പട ബൂംറയും അർഷദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും. വീണ്ടും കപ്പിനും ചുണ്ടിനുമിടയിൽ ഹൃദയം തകർന്ന് ടീം സൗത്ത് ആഫ്രിക്ക. ആദ്യ ഫൈനലിൽ ജയിക്കാൻ ഏഡൻ മക്രാമിനും സംഘത്തിനുമായില്ല. ഇന്ത്യയെ വിറപ്പിച്ച് കീഴടങ്ങി സൗത്ത് ആഫ്രിക്ക. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൻ്റെ ചില വഴിത്തിരിവ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. ഒന്നാമത്തെ വഴിത്തിരിവ്, ഇന്ത്യ 32-ന് 3 വിക്കറ്റ് എന്ന സാഹചര്യത്തിൽ ആകെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അക്സർ പട്ടേൽ എന്ന കളിക്കാരനെ ഇറക്കാൻ കാണിച്ച ഒരു താല്പര്യം, അത് ഇന്നലത്തെ മത്സരത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റിസൾട്ടിനെ തന്നെ മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം അക്സർ പട്ടേൽ 47 റൺസ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വിരാട് കോഹ്ലി ഒന്ന് പതുങ്ങിയപ്പോൾ ഇദ്ദേഹം കുതിച്ചു കയറാനുള്ള സാഹചര്യം ഉണ്ടായി. രണ്ടാമത്തെ കാര്യം, അക്സർ പട്ടേൽ സ്റ്റബ്സ് എന്ന് പറഞ്ഞ സൗത്ത് ആഫ്രിക്കയുടെ കളിക്കാരനെ ഔട്ടാക്കിയ ബോൾ, അതുവരെ സൗത്ത് ആഫ്രിക്ക വളരെ നല്ല രീതിയിൽ കളിച്ചു വന്ന സൗത്ത് ആഫ്രിക്ക 8.5 ഓവറിൽ 70 റൺസോളം എത്തിയ സാഹചര്യത്തിൽ സ്റ്റബ്സ് ഔട്ടായതിനു ശേഷമാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കളി അവരുടെ കൈവിട്ട് പോകാനുള്ള തുടക്കം ഉണ്ടായത്. മൂന്നാമത്തെ കാരണം അവസാന 5 ഓവറിലെ ഇന്ത്യൻ ബൗളേഴ്സിൻ്റെ ബൗളിംഗ് പ്രകടനമാണ്. 30 ബോളിൽ 31 റൺസ് എന്ന നിലയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന് കളി പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഇനി ഇന്നലത്തെ കളിയുടെ വിശകലനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആദ്യ ഓവറിൽ തന്നെ മികച്ച തുടക്കം നൽകി വിരാട് കോഹ്ലി. രണ്ടാം ഓവറിൽ ആദ്യ 2 പന്തുകളിൽ ബൗണ്ടറി കടത്തിയെങ്കിലും മൂന്നാം പന്തിൽ രോഹിത് ശർമ്മ ഔട്ടാവുന്നു. നിർഭാഗ്യപരമായ ഒരു വിക്കറ്റായിപ്പോയി. അതിനുശേഷം ഇറങ്ങിയ ഋഷഭ് പന്തും പെട്ടെന്ന് തന്നെ ഔട്ടാവുന്നു. അതിനുശേഷം സൂര്യകുമാർ യാദവ് എന്ന കളിക്കാരൻ ഔട്ടാവുന്ന സാഹചര്യത്തിൽ ക്യാച്ച് പിടിച്ച ഹെൻറിച്ച് ക്ലാസൻ എന്ന സൗത്ത് ആഫ്രിക്കയുടെ കളിക്കാരനും അതേപോലെ ബോൾ ചെയ്ത കഗീസോ റബാഡ എന്ന ബൗളറും അവരുടെ ആഘോഷത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു വിക്കറ്റിന് അവർ നൽകുന്ന പ്രാധാന്യം. തുടർന്ന് നിർഭാഗ്യവശാൽ വിക്കറ്റ് കൊഴിഞ്ഞപ്പോഴും വിരാട് കോഹ്ലി അവസാനം വരെ ടീമിനെ പൊരുതി 176 റൺസിൽ എന്ന ഒരു മികച്ച ടോട്ടൽ ഇന്ത്യക്ക് സമ്മാനിച്ചു. രണ്ടാം ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്ക തുടക്കത്തിൽ തന്നെ 2 വിക്കറ്റ് നഷ്ടപ്പെട്ടു. ജസ്പ്രീത് ബൂംറ രണ്ടാമത്തെ ഓവറിലും അർഷദീപ് സിംഗ് മൂന്നാമത്തെ ഓവറിലും ഓരോരുത്തരെ പുറത്താക്കി കളിയിൽ ഇന്ത്യക്ക് ഒരു മികച്ച ഒരു നിലയിലേക്ക് ഇന്ത്യയെ എത്തിച്ചു. അതിനുശേഷം കൂട്ടുചേർന്ന സ്റ്റബ്സ് ക്വിൻ്റൺ ഡി കോക്ക് സഖ്യം 8.5 ഓവറിൽ 70 റൺസ് വരെ എത്തിച്ചു. 8ാമത്തെ ഓവറിൽ 5ാമത്തെ ബോളിൽ അക്സർ പട്ടേലിൻ്റെ ഓവറിൽ സ്റ്റബ്സ് ഔട്ടായത് കളിയിൽ വലിയൊരു വഴിത്തിരിവായി. പക്ഷേ ഇന്നലത്തെ നമ്മുടെ പല മാധ്യമങ്ങളും അത് പറഞ്ഞിട്ടില്ല.
പക്ഷേ അതാണ് കളിയിൽ ടേണായിട്ടുള്ള ഒരു കാര്യം. അതിനുശേഷമാണ് ശക്തമായ നിലയിൽ നിന്നും മൂന്നാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ നാലാമത്തെ വിക്കറ്റ്, അഞ്ചാമത്തെ വിക്കറ്റ്, അങ്ങനെ ഇന്ത്യ കളിയിൽ പിടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം കിൻഡൻ ഡി കോക്ക്, ക്ലാസൻ, സഖ്യം കളി മെല്ലെ മെല്ലെ മുൻപോട്ട് നയിക്കുന്നു. 15 ഓവർ പൂർത്തിയാകുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ 30 ബോളിൽ 31 റൺസ് എന്ന സാഹചര്യം വരുന്നു. 16ാമത്തെ ഓവർ എറിയാൻ വന്നത് ജസ്പ്രീത് ബൂംറയാണ്. ആ ഓവറിൽ ബൂംറ വെറും 4 റൺസ് മാത്രമേ വിട്ടുകൊടുത്തുള്ളൂ. 17ാമത്തെ ഓവറിൽ എറിയാൻ വരുന്നത് ഹാർദിക് പാണ്ഡ്യയാണ്. ആദ്യ ബോളിൽ തന്നെ ക്ലാസിനെ ഔട്ടാക്കുന്നു, 4 റൺസ് മാത്രം വിട്ടുകൊടുക്കുന്നു. 18ാമത്തെ ഓവർ എറിയാൻ വരുന്നത് ജസ്പ്രീത് ബൂംറയാണ്. 2 റൺസും 1 വിക്കറ്റും നേടുന്നു. 19ാമത്തെ ഓവർ, അതിനിർണായകമായ 19ാമത്തെ ഓവർ എറിയാൻ വരുന്ന ഇന്ത്യൻ യുവ പേസർ അർഷദീപ് സിംഗ് വെറും 4 റൺസ് മാത്രം വിട്ടുകൊടുക്കുന്നു. അവസാന ഓവറിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് ജയിക്കാൻ 16 റൺസ് എന്നുള്ള സാഹചര്യം വരുന്നു. ഒരു സൈഡിൽ ഡേവിഡ് മില്ലർ എന്ന കില്ലർ മില്ലർ ബാറ്റ് ചെയ്യുന്നു. ഈ മില്ലർ ആദ്യ ബോൾ തന്നെ 6-ന് ശ്രമിക്കുന്നു. സൂര്യകുമാർ യാദവിൻ്റെ ഒരു ഞെട്ടിച്ച ക്യാച്ച് അത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റിൽ കലാശിക്കുന്നു. 5 ബോളിൽ 16 റൺസ് വിജയലക്ഷ്യം. രണ്ടാമത്തെ പന്തിൽ കഗീസോ റബാഡ ഒരു 4 അടിക്കുന്നു. മെല്ലെ മെല്ലെ കളി കൈവിട്ട് പോകുന്നു. ലാസ്റ്റ് ബോളിൽ ഇന്ത്യ കളി ജയിക്കുന്നു. 1 വിക്കറ്റോടെ നഷ്ടപ്പെടുന്നു. ലാസ്റ്റ് ഓവറിൽ 8 റൺസ് മാത്രം നൽകിക്കൊണ്ട് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയെ കളിയിലെ വിജയത്തിലേക്ക് എത്തിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ജസ്പ്രീത് ബൂംറയുടെ 4 ഓവറും അതുപോലെ അർഷദീപ് സിംഗിൻ്റെ 4 ഓവറും വളരെ ക്രൂഷ്യലായിരുന്നു. അതിൻ്റെ കൂടുതൽ ഹാർദിക് പാണ്ഡ്യയും വന്നു, നന്നായിട്ട് ബോൾ ചെയ്തു. 3 ഓവർ എറിഞ്ഞു, അദ്ദേഹം 3 വിക്കറ്റ് എടുത്തു. ബാറ്റിങ്ങിലായിക്കോട്ടെ വിരാട് കോഹ്ലിയും, ഇതുവരെ ഫോം കണ്ടെത്താതിരുന്ന വിരാട് കോഹ്ലിയും ശിവം ദുബെയും നന്നായി കളിച്ചു. അത് ഇന്ത്യൻ വിജയത്തിൽ അതിനിർണായകമായ ഒരു കാര്യമായിരുന്നു. ഈ വലിയ വിജയത്തിനിടയിലും നേട്ടത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ 3 വലിയ നഷ്ടങ്ങൾ കൂടി ഇന്ത്യക്കാർക്ക് സംഭവിച്ചിരിക്കുകയാണ്. കാരണം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കുട്ടി ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുകയും പരിശീലകനായിരുന്ന മുൻ കളിക്കാരൻ കൂടിയായ രാഹുൽ ദ്രാവിഡ് അദ്ദേഹം പരിശീലക പദവിയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞിരിക്കുകയാണ്. അത് ഇന്ത്യൻ ക്രിക്കറ്റിനെ വരും കാലത്ത് കുറച്ചു കാലത്തേക്കെങ്കിലും വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ തളർത്താൻ സാധ്യതയുള്ള ഒരു കാരണമാണ്. തോൽവിക്കും ജയത്തിനുമിടയിൽ വെറും 7 റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ മുൻ തലമുറയ്ക്ക് കഴിയാത്തത് ഈ തലമുറയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. തല താഴ്ത്തിക്കൊണ്ട് കരഞ്ഞ കണ്ണുകളുമായി അല്ല, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമാണ് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിൽ നിന്നും പടിയിറങ്ങുന്നത്. സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഒരു പുതിയ ചരിത്രമാണ്. കാരണം അവർ കിരീടത്തോട് ഒരു പടി കൂടി അടുത്തു. പുതിയ ക്യാപ്റ്റനും പുതിയ കോച്ചിനും കീഴിൽ ഇന്ത്യൻ ക്രിക്കറ്റിന് ലോകം ഭരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമും വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് മടങ്ങുന്നു. ഇനി ഒരു ഇടവേളയാണ്, ചെറിയ ഇടവേളയല്ല, ഒരു 4 വർഷത്തെ നീണ്ട കാത്തിരിപ്പാണ്. ഈ ലോകകപ്പിൻ്റെ നല്ല ഓർമ്മകളെ താലോലിച്ചുകൊണ്ട് മോശം കാഴ്ചകളെ അല്ലെങ്കിൽ ഓർമ്മകളെ മുൻപിൽ ഉപേക്ഷിച്ചുകൊണ്ടും നമുക്ക് മുൻപോട്ട് പോകാം. 4 വർഷം കൊണ്ട് കളിയും ഒരുപാട് മാറിയേക്കാം. യഥാർത്ഥ ക്രിക്കറ്റ് പ്രേമിക്ക് അല്ലെങ്കിൽ കായിക പ്രേമിക്ക് ഓർക്കാനും ആസ്വദിക്കാനും ഒരുപാടുണ്ടാകട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി വിജയിച്ച ടീം ഇന്ത്യക്കും പരാജയപ്പെട്ട സൗത്ത് ആഫ്രിക്കൻ ടീമിനും ആശംസകളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.